ജയകുമാർ സാർ, ഈ ദേവസ്വം ബോർഡിന് 3 ഉത്തരവാദിത്തങ്ങളുണ്ടെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ഇടക്കാല ഉത്തരവിലൂടെ പറഞ്ഞത്. ഒന്ന്, ദേവനോടൊരു ഉത്തരവാദിത്വം; 2, അവിടെയുള്ള ഭക്തരോടുള്ള ഒരു ഉത്തരവാദിത്വം; 3, സ്റ്റേറ്റിനോടുള്ള ഒരു ലീഗൽ ഉത്തരവാദിത്വം. ഈ 3 ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഒരു വിശ്വാസി എന്ന നിലയിൽ അങ്ങേക്ക് തീർച്ചയായിട്ടും ആദ്യത്തേത് നിറവേറ്റാൻ സാധിക്കും. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ രണ്ടാമത്തത് അതിനേക്കാൾ ഭംഗിയായിട്ട് അങ്ങേക്ക് നിർവഹിക്കാൻ സാധിക്കും. മൂന്നാമത്തതിലാണ്, കാരണം അവിടെ കാലാകാലങ്ങളിലായിട്ടുള്ള ചില നിയമനങ്ങളും ഈ സിസ്റ്റം എറർ എന്നൊരു വാക്കുണ്ടല്ലോ, അത് അടുത്ത കാലത്ത് മാധ്യമ ശ്രദ്ധ നേടിയൊരു വാക്കാണ്. ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടും ചില ഇടങ്ങളിലെങ്കിലും ഒരു സിസ്റ്റം എറർ ഇല്ലേ? അതിനെപ്പറ്റി എനിക്കൊന്നും പറയാറായിട്ടില്ല. കാരണം ഗവൺമെൻറ് ഇതിനകത്ത് വളരെ പരിമിതമായിട്ടുള്ള രീതിയിൽ ഇടപെടാറുള്ളൂ. ദേവസ്വം ബോർഡിൻ്റെ എറർ കാണിക്കുന്നത് അതിനകത്ത് തന്നെയുള്ള സിസ്റ്റങ്ങളാണ്, അല്ലാതെ ഇൻഡ്യൂസ്ഡ് ഫ്രം ഔട്ട്സൈഡ് അല്ല, വെളിയിൽ നിന്ന് പ്രേരിപ്പിക്കപ്പെട്ട എററല്ല. ഈ സിസ്റ്റത്തിൻ്റെ ആന്തരികമായിട്ടുള്ള എറർ തന്നെയാണത്. അപ്പോൾ അത് മറ്റൊരു ശക്തി, വെളിയിലുള്ള ആളുകളെയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഏജൻസികളെയോ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് തൃപ്തിക്കുറവുണ്ട് എങ്കിൽ ആ തൃപ്തിക്കുറവിൻ്റെ സ്രോതസ്സ് എന്ന് പറയുന്നത് ബോർഡിനകത്ത് തന്നെയുള്ള സിസ്റ്റംസാണ്. അത് പരിഹരിക്കാനുള്ള പൂർണ്ണമായ അവകാശവും ബോർഡിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ബാഹ്യശക്തികളെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുകയാണ്, നമ്മളെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെയല്ല, ബോർഡിന് അതിൻ്റെ സ്വയംഭരണാവകാശമുണ്ട്. അത് നമുക്ക് നല്ല ഉദ്ദേശത്തോടു കൂടി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതിനുള്ള അധികാരം ബോർഡിനുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അവിടെ അങ്ങനെ വലിയൊരു ഇമ്പോസിബിൾ ടാസ്ക്കായിട്ട് ഞാനത് കാണുന്നില്ല. നമുക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. നമ്മളൊരു പ്രയോഗമുണ്ടല്ലോ, ഈജിയൻ തൊഴുത്ത് വൃത്തിയാക്കൽ എന്നൊരു പ്രയോഗമുണ്ട്. അത്രയും അവസ്ഥയിൽ എത്തിയിട്ടില്ലെങ്കിലും ഇപ്പോൾ ഈ അറസ്റ്റിലായിരിക്കുന്ന 3 പേര് ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. അതിൽ ഒരാൾ തിരുവാഭരണം കമ്മീഷണറാണ്, ഒരാൾ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, ഒരാൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ഇപ്പോൾ N. വാസുവിന് ഇതെല്ലാം വളരെ ബഹുമാനമുള്ള മനുഷ്യനാണ്. അദ്ദേഹം വീണ്ടും ചോദ്യം ചെയ്യലിന് മുന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രയും ഒരു കഠിനമായ ജോലി ആയിരിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം ഈ ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ മേധാവിത്വം അതിനുള്ളിലുണ്ട്. ആ പ്രത്യേക ഇപ്പോൾ നമ്മൾ കോടതിയുടെ മുമ്പാകെയുള്ള കേസിനെ പറ്റി എന്തെങ്കിലും പറയാൻ ഞാൻ ആളല്ല ഇപ്പോൾ. കാരണം അത് പറയാൻ പാടില്ല. ഇപ്പോൾ കോടതി നേരിട്ട് പരിശോധിക്കുന്ന കേസാണ്, SIT പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നത് ശരിയായിരിക്കില്ല. പക്ഷേ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് ആദ്യം തോന്നി, ചെയ്യാനുള്ള സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കി അതിന് വേണ്ട ആളുകളൊക്കെ എന്തുകൊണ്ട് അതിൻ്റെ പിന്നാലെ വന്നു, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ ഈ ഒരു സ്ഥാപനത്തിന് എങ്ങനെ സാധിച്ചു, അല്ലെങ്കിൽ അതെങ്ങനെ വന്ന് ഭവിച്ചു, അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ശബരിമലയിലെ അവിടെ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഭക്തന്മാർ വളരെ സ്നേഹത്തോടു കൂടി വിശ്വാസത്തോടു കൂടി അവിടെ നിക്ഷേപിക്കുന്ന ഓരോ പൈസയും ഒരു രൂപ തൊട്ട് പോലും സ്വർണവും എല്ലാം ഭഗവാന് കൊടുത്തതാണ്. ഇതിൻ്റെ കസ്റ്റോഡിയൻസാണ് നമ്മൾ. ആ കസ്റ്റോഡിയൻ എന്നുള്ള നിലയ്ക്കുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരാനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളിലും മേൽനോട്ടത്തിലും ഓഡിറ്റിങ്ങിലും എവിടെയാണ് ഈ പോരായ്മ എന്ന് പരിശോധിച്ച് നമുക്ക് ഈ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എല്ലാ സർക്കാർ ഓഫീസുകളും ഏറെക്കുറെ ഇങ്ങനെയല്ലേ നടക്കുന്നത്. അവിടെ എന്തെല്ലാം സാധനങ്ങളുണ്ട് സർക്കാർ ഓഫീസിൽ, എന്തുമാത്രം കമ്പ്യൂട്ടറുണ്ട്, എന്തുമാത്രം മറ്റ് വാല്യുബിൾസും വലുതുമില്ലേ, ഇതൊന്നും പോകുന്നില്ലല്ലോ. അതിൻ്റെ സിസ്റ്റമുണ്ട്. ആരെങ്കിലും ഫാൻ ഊരിക്കൊണ്ട് പോകും സർക്കാർ ഓഫീസിൽ, ആരെങ്കിലും കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് പോകും. ദർസ് എ സിസ്റ്റം, അക്കൗണ്ടബിലിറ്റി. ഒരു പക്ഷേ ശബരിമലയുടെ ഒരു പ്രത്യേക സ്വഭാവത്തിൽ അക്കൗണ്ടബിലിറ്റിക്കൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അത് പതുക്കെ ദുർബലമാവുന്ന ഒരു പ്രവണത അവിടെ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ഞാൻ വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞത്, അവിടെ ഈ സീസൺ ആണ് നടത്തുന്നതെങ്കിലും അവിടെ സ്ഥിരമായൊരു സംവിധാനത്തിൽ ശബരിമലയുടെ നിരീക്ഷണവും നിയന്ത്രണവും മേൽനോട്ടവും ഓഡിറ്റിങ്ങും അതൊക്കെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ പരിഹരിച്ചു പോകാൻ സാധിക്കും. ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും കൂടി ഈ സിസ്റ്റംസിനെ നമുക്ക് ശക്തിപ്പെടുത്തണം. ഈ സിസ്റ്റംസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്ത് ക്രോസ് ചെക്കിങ് ആണല്ലോ. ഒരാൾ ചെക്ക് ചെയ്യുന്നു, ഒരാൾ ക്രോസ് ചെക്ക് ചെയ്യുന്നു, ഒരാൾ ഇപ്പോൾ നമ്മൾ റെയിൽവേ ഓടുന്നത് എങ്ങനെയാണ്? റെയിൽവേയിൽ അപകടങ്ങൾ വരാതെ ഓടുന്നത് എങ്ങനെയാണ്? സിസ്റ്റംസ് ആർ ബീങ് ക്രോസ് ചെക്ക്. നീ അത് ചെയ്തിട്ടുണ്ടോ, ഇത് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഓരോ ക്രോസ് ചെക്കിങ് ആണ്. എല്ലാ സിസ്റ്റവും ഉണ്ട്. അത് ശക്തിപ്പെടുത്തുക, ലൂപ്പ് ഹോൾസ് ഉണ്ടെങ്കിൽ അടയ്ക്കുക. അങ്ങനെ അത്
ഈ സീസൺ കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രദ്ധ പതിയേണ്ട ഒരു മേഖലയാണ്. ഞാനിപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും പറയുന്നത് ഒരു തിയറിറ്റിക്കലായിരിക്കും. അവിടെ ചെന്നത് കുറച്ചുകൂടെ പരിചയിച്ചതിന് ശേഷം നമുക്ക് വിശദമായിട്ട് അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാം. പക്ഷേ ശരിയാക്കി എടുക്കാൻ സാധിക്കുമെന്നും ദേവസ്വം ബോർഡിൻ്റെ പൂർത്തിയാക്കിക്കോളൂ സർ. പറയും. അല്ലല്ല, ദേവസ്വം ബോർഡിനെ ഒരു വിലപ്പെട്ട ഒരു വസ്തു ഏൽപ്പിച്ചാൽ, ഒരു വിശ്വാസി അവിടെ സ്വർണമോ പൊന്നോ എന്താണെന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചാൽ അത് സുരക്ഷിതമായിരിക്കും എന്ന് ഇവിടുത്തെ ഈ രാജ്യത്തെ ഓരോ ഭക്തനും തോന്നണം. അതാണ് എൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അത് ഇറ്റ് ഈസ് സേഫ്. നമ്മളിപ്പോൾ ബാങ്കിൽ കൊണ്ട് പണം ഇട്ടാൽ നമുക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ? നമ്മുടെ പണം ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും നമുക്ക് വിചാരമില്ലല്ലോ. എന്താണ് ബാങ്കിങ് സിസ്റ്റത്തിൽ അത് സാധ്യമല്ല എന്ന് പറയുന്നത് പോലെ ദേവസ്വം ബോർഡിൽ നിങ്ങളിത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യമല്ല എന്ന് വിശ്വാസിക്ക് തോന്നണം. അതിനുള്ള സിസ്റ്റംസ് ഉണ്ടാവണം. അതാണ് എൻ്റെ ഒരു പ്രതീക്ഷയും എൻ്റെ ഒരു ഇച്ഛയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ കെ ജയകുമാർ രാവിലെ പറയുന്നത് എല്ലാ കിരീടങ്ങളും മുള്ളുകൾ ഉള്ളതല്ലല്ലോ, അത് കിരീടം ധരിക്കുന്നതുപോലെ ഇരിക്കും എന്നങ്ങ് പറഞ്ഞത് ഞാൻ കേട്ടു. ഈ കിരീടം യഥാർത്ഥത്തിൽ ആരാണ് അങ്ങയുടെ തലയിലേക്ക് എടുത്തു വെച്ച് തന്നതായി മനസ്സിലാക്കുന്നത്? ഞങ്ങൾ അറിയുന്നത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അങ്ങയുടെ പേര് നിർദ്ദേശിച്ചു എന്നാണ്. അതിൻ്റെ പിന്നെ എന്താണ് തിരശ്ശീലയ്ക്ക് പിന്നിലെന്ന് നടന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നോട് ഈ ഒരു വിവരം അറിയിച്ചു. ഞാനത് വെല്ലുവിളി ഉള്ളതാണെങ്കിലും സന്തോഷമായി ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു എന്ന് മാത്രം. അതിൽ കൂടുതൽ എന്തെങ്കിലും നമ്മൾ പറയുന്നത് ശരിയല്ല. ശ്രീ ജയകുമാർ, അങ്ങ് അവസാനം ശബരിമലയിൽ പോയത് എപ്പോഴാണ് ഭക്തനെന്ന നിലയിൽ? കഴിഞ്ഞ വർഷം ഞാൻ പോയല്ലോ. കഴിഞ്ഞ വർഷം പോയി. എല്ലാ വർഷവും ഞാൻ പോകും. എല്ലാ വർഷവും പോകും. ഓക്കെ. അപ്പം ഒരിക്കൽ കൂടി അവിടെ പോകാനും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അങ്ങ് പല ചുമതലകളിൽ ശബരിമലയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങ് മനോഹരമായ പാട്ടുകൾ, മറ്റ് ചില അനുഭവങ്ങൾ, ഇപ്പോൾ മൂകാംബികയെക്കുറിച്ചൊക്കെ എഴുതി അങ്ങയുടെ പാട്ടുകളൊക്കെ എല്ലാവരും, എനിക്കൊന്നും എല്ലാ ദിവസവും മലയാളികൾ കേൾക്കുന്ന പാട്ടുകളിലൊന്നാണ്. ശബരിമലയെക്കുറിച്ച് അങ്ങ് പാട്ട് എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് ഒരുപക്ഷെ എനിക്കറിയാതെ പോയതാവാം. എഴുതിയിട്ടുണ്ടോ അങ്ങ്? എഴുതിയിട്ടുണ്ട്. അത്ര എഴുതിയിട്ടുണ്ട്. ഒന്നോ രണ്ടോ CD ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത്ര പ്രസിദ്ധമായില്ല. ഒരുപക്ഷെ ഇത് അതിനുള്ളൊരു നിയോഗം കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്നും ആളുകൾ ഓർമ്മിക്കാനുള്ള കുറേ പാട്ടുകളും കൂടെ ഈ കൂട്ടത്തിൽ എഴുതാം. അപ്പോൾ അത് എനിക്കൊന്ന് അവിടെ പ്രത്യേകിച്ച് മല കയറി അവിടെ എത്തുന്ന സമയത്തുള്ളൊരു അനുഭവം ഉണ്ടല്ലോ, ആ അനുഭവങ്ങളൊക്കെ വേറൊരർത്ഥത്തിൽ അങ്ങ് ആസ്വദിക്കുന്നുണ്ടാവും അല്ലേ? ഈ ചോദ്യങ്ങളും വെല്ലുവിളിയൊക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ കാറ്റിലും തണുപ്പിലും ആ വെല്ലുവിളിയുടെ ചൂട് ഇല്ലാതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കിരീടത്തിലുള്ള മുള്ളല്ല എന്നെ ബാധിക്കുന്നത്, ഈ യാത്രയിലെ സുഖമാണ് എന്നെ ബാധിക്കുന്നത്. അയ്യപ്പനെ കാണാം, അവിടെ പോവാം. പിന്നെ അവിടെ ഈ രാത്രി പിന്നെ എന്താണ് ഹരിവരാസനം പാടിക്കഴിയുമ്പോൾ അവിടെ ഈ വീണ് കിടക്കുന്ന ഒരു നിശബ്ദതയുണ്ടല്ലോ, നിശബ്ദതയിലേക്ക് അങ്ങനെ മല മാറുന്നത് അതൊരു വലിയൊരു അനുഭൂതിയാണ് എന്നെ സംബന്ധിച്ച് കേട്ടോ. അങ്ങനെ ഇതിനകത്തൊരു എസ്തറ്റിക്സ് കൂടിയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ മുള്ളെന്നെ ബാധിക്കാത്തത്. അതെ, ശരിയാണ്. അപ്പം ഒരിക്കൽ നമുക്ക് ഈ ഹരിവരാസനം കഴിഞ്ഞിരിക്കുന്ന ഒരു നിശബ്ദതയിൽ സന്നിധാനത്ത് വെച്ച് കണ്ടുമുട്ടാം ശ്രീ കെ ജയകുമാർ. എല്ലാ വെല്ലുവിളികളും ഒഴിഞ്ഞ് സമാധാനമായ രാത്രി അയ്യനിങ്ങനെ സമാധാനമായിട്ട് ഉറങ്ങുമ്പോൾ കാണാം. സന്തോഷം. എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥന. താങ്ക് യു.